കുഞ്ഞിച്ചോ മീനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വൺ പീസിൻ്റെ ചാപ്റ്ററായുള്ള 1166 മലയാളം മാങ്ക എക്സ്പ്ലനേഷനാണ് ഗൈസ്. ഇത് വളരെ ഡീറ്റെയിൽ ആയുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും. കാര്യം അത്രത്തോളം കിടിലമായുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. റോക്സ് ഡിസവക് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ അവസാനത്തെ ചാപ്റ്റർ കൂടിയാണ്. ഞാൻ വളരെയധികം സങ്കടത്തോടു കൂടിയാണ് ഈ ഒരു ചാപ്റ്റർ വായിച്ചതിന് ശേഷം ഇതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. എന്തായാലും അധികമൊന്നും പറഞ്ഞ് ആരെയും ബോറടിപ്പിക്കുന്നില്ല. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മൾ ഏകദേശം 50,000 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. സോ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അത് മാത്രമല്ല താഴത്തെ ഹൈ ബട്ടനും കമൻറ്റും നിങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം. സോ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ഇത്തവണ കാർപ്പേജ് കിട്ടിയിട്ടില്ല. അതിന് പകരം ഒരു കളർ സ്പ്രെഡാണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ സ്ട്രോഹറ്റ് ക്രൂയും അവരുടെ ഫ്രണ്ട്സും ആക്കിയിട്ട് എല്ലാവരും ഇട്ടിരുന്ന് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി ചാപ്റ്ററിലേക്ക് കിടക്കുന്നത് ആ ഒരു ആഫ്റ്റർ മാത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റോക്സും റോച്ചറും ഗാർപ്പും അവിടെ കിടപ്പുണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ റോക്സ് മനസ്സിൽ പറയുന്നുണ്ട്, അവരെ പാക്കേഴ്സ് ബ്രേക്ക് ചെയ്തല്ലേ. ഈ ടൈമിൽ തന്നെ ബോധമില്ലാതെ കിടക്കുന്ന ഗാർപ്പിനെ റോജറിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നീ എങ്ങനെയെങ്കിലും ജീവനോടെ ഇരിക്കണം, എന്നിട്ട് വേണം ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് പറയുന്നിടത്താണ് അവൻ്റെ ഫ്രണ്ടിലേക്ക് ആ ഒരു 3 രൂപങ്ങൾ നടന്നു വരുന്നത് കണ്ടത്. കോപ്പ്, അപ്പോൾ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഗാർപ്പ്, റോജർ, എങ്ങനെയെങ്കിലും രക്ഷപ്പെട്, ഇവിടുന്ന് ഓടി രക്ഷപ്പെട്, നിങ്ങളോട് മരിച്ചൂടാ. അത് മാത്രമല്ല, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ നമ്മുടെ ഫിഗർലാങ് ഗാർലിങ് അവൻ്റെ 2 കൂട്ടുകാരും കൂടെ അവിടേക്ക് വന്നിട്ടുണ്ട്. ഗാർലിങ് ആട്ടെ തൻ്റെ സോഡ് മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ട് റോക്സിനെ കൊല്ലാനായിട്ട്. അങ്ങനെ അവൻ്റെ അവസാനത്തെ വാക്കുകൾ പറയുവാണ്, എന്നെ സ്റ്റോപ്പ് ചെയ്തതിൽ താങ്ക്സ്. അങ്ങനെ റോക്സിനെ അവൻ കൊന്നു കഴിഞ്ഞു. പിന്നെ കാണിക്കുന്നത് റെയിലിനെയും ഗബാനും അവിടുന്ന് ഓടുന്നതാണ്. ഈ സമയത്ത് തന്നെ ഗാർപ്പ് ചോദിക്കുന്നുണ്ട്, റോക്സ് അവൻ എങ്ങനെയുണ്ട്? അതുകൊള്ളാം, നീ എനിമീനെ പറ്റിയാണോ ഇപ്പോൾ ആലോചിക്കുന്നത്? ഞാനും നിൻ്റെ എനിമിയല്ലേ? ഈ ടൈമിൽ ഉള്ള ആരോഗ്യമൊക്കെ വെച്ചുകൊണ്ട് നമ്മുടെ റോജറും ചോദിക്കുന്നുണ്ട്, റെയിലി പറ, റോക്സിന് എങ്ങനെയുണ്ട്? കുറച്ചു നേരം റെയിലി ഒന്നും മിണ്ടത്തില്ല. എന്നിട്ട് അവസാനം പറയുകയും ചെയ്യും, റോക്സ് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ സമയത്ത് തന്നെ ഗോഡ് വാലി എന്ന് പറയുന്ന ആ ഒരു വലിയ ഐലൻഡ് ഉണ്ടല്ലോ, അത് കടലിൻ്റെ അടിയിലേക്ക് കൊളാപ്സ് ചെയ്യാനായിട്ട് തുടങ്ങി. ഈ സമയത്ത് തന്നെ പൈററ്റ്സും ബാക്കിയുള്ളവരൊക്കെ എസ്കേപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. റോജറിൻ്റെ ഷിപ്പും അവിടുന്ന് മൂവ് ചെയ്യാനായിട്ട് തുടങ്ങി. ഈ ഒരു കാര്യം ബാക്കിയുള്ള മറീൻസൊക്കെ തടയാനും ശ്രമിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇത്രയും വലിയൊരു ഇൻസിഡൻറ്റ് ഇവിടെ ഉണ്ടായിട്ട് പോലും ഹിസ്റ്ററിയുടെ ഒരു പേജിൽ പോലും ഈ ഒരു കാര്യം പരാമർശിച്ചിട്ടില്ല. തകർന്നു വീണ ആ ഒരു ദ്വീപിൻ്റെ ഭാഗങ്ങൾ ആഴക്കടലിലേക്ക് ചെന്നു പതിച്ചു. ആ സ്ഥലം തന്നെ മൂടൽ മഞ്ഞിനാൽ പൊതിഞ്ഞു കെട്ടി. സത്യം പറഞ്ഞ ഒരു ഗ്രാൻഡ് സ്റ്റേജിൻ്റെ ക്ലോസിംഗ് പോലെ തന്നെയായിരുന്നു അത്. അത്രയും വലിയൊരു എസൻസ് ആയിരുന്നു ദി ഗോഡ് വാലി എന്ന് പറയുന്ന ആ ഒരു ഇൻസിഡൻറ്റ്. ഈ സമയത്ത് തന്നെ റോജറും ബാക്കിയുള്ളവർ എല്ലാവരും തന്നെ അവിടുന്ന് എസ്കേപ്പ് ആവുന്നുണ്ടായിരുന്നു. എന്നാൽ അത്രത്തോളം ഭയാനകവും ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ട് കൂടിയും കൊടുങ്കാറ്റും പേമാരിയും ഇടിമിന്നലും ഉണ്ടായിട്ട് കൂടിയും ഓരോരുത്തരുടെ മനസ്സിലുണ്ടായിരുന്ന നിശബ്ദതയായിരുന്നു ഏറ്റവും ഉച്ചത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഗോഡ് വാലി അവിടെ അവസാനിക്കെ പുതിയ ടേൽസ് അവിടെ അൺഫോൾഡ് ചെയ്യുകയുണ്ടായി. എന്നാൽ ഇതേ സമയത്ത് തന്നെ റോജറിന്റെ ഷിപ്പിലാട്ടെ ആ ഒരു ട്രഷർ ഓപ്പൺ ആക്കാൻ വേണ്ടി എല്ലാവരും ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എടാ ഒന്ന് വെയിറ്റ് ചെയ്യ്, റോജറിന് എഴുന്നേറ്റോട്ടെ. കോപ്പ്, എനിക്ക് ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് എങ്ങനെയെങ്കിലും ഈ കാണുന്ന പറയുന്നത് റോജറാട്ടെ ഇറങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് പറയും ചെയ്യ്, നിങ്ങളെല്ലാവരും ഞാൻ വിഷമിച്ചല്ലേ, എന്നോട് ക്ഷമിക്ക്. റോജർ ഒന്ന് പെട്ടെന്ന് വന്നേ, എത്രയും പെട്ടെന്ന് തന്നെ അതൊന്ന് ചെക്ക് ചെയ്യണം. എടാ കോപ്പുകളെ, അപ്പോൾ നിനക്കൊന്നും എന്നെ പറ്റിയൊരു വിചാരമില്ലായിരുന്നില്ലേ? ഈ സമയത്ത് തന്നെ അവർ പറയും ചെയ്യ്, നീ ഒന്ന് നോക്കിയേ, ഷാക്കി എന്തായാലും സേഫാണ്. അത് മാത്രമല്ല, ഇത്രത്തോളം ട്രഷർ നമുക്ക് കിട്ടുകയും ചെയ്ത് വേറെ എന്തിനാണ് നമ്മൾ ചിന്തിക്കേണ്ടത്? ഓ അത് ശരിയാണല്ലേ. പെട്ടെന്നായിരുന്നു ഒരു കുഞ്ഞു വാവ കരയുന്ന ശബ്ദം കേട്ടത്. അതിവിടെ നിന്നാണ്. അല്ല, അത് ചെസ്റ്റിൻ്റെ ഉള്ളിൽ നിന്നല്ല വരുന്നത്. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഒരു കാര്യം ചെയ്യും, പതുക്കെ ഓപ്പൺ ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് അവരാട്ടെ അത് പതുക്കെ അങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അത് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒന്ന് ഞെട്ടി. കാര്യം അതിൻ്റെ അകത്ത് ഒരു കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ഷാങ്ക്സ് അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റോക്സ് പൈററ്റ്സ് വീണിരിക്കുന്നു എന്ന ന്യൂസ് ഈ ലോകം മുഴുവൻ വ്യാപിച്ചു. അത് തീയാളുന്ന പോലെയാണ് കത്തി കയറിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഹീറോയിസം ഓഫ് ഗാർപ്പായിരുന്നു. അല്ല നോയിക്ക്, റോക്സിനെ ഡിഫീറ്റ് ചെയ്തെന്നോ, റോക്സ് അപ്പോൾ അവസാനിച്ചു, റോക്സ് മരിച്ചില്ലെന്ന് പറഞ്ഞ് കുറേ പേരൊക്കെ ആഘോഷിക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ബാക്കിയുള്ളവർ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വൈസ് അഡ്മിറൽ ഗാർപ്പ് ദി സ്ട്രോങ്സ്റ്റ് ആണ്, ഗാർപ്പ് നമ്മുടെ ഹീറോ ആണെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ അത് കൊണ്ടാടുന്നുണ്ട്. ഇതേ സമയം നേവി ഹെഡ് ക്വാർട്ടേഴ്സിലാട്ടെ ഗാർപ്പാട്ടെ ഉച്ചത്തിൽ കിടന്ന് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കോപ്പ്, ഇതെന്ത് കോപ്പാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്? ആ മോർഗൻ എങ്ങനെ എൻ്റെ കയ്യിലേക്ക് കിട്ടിയാൽ? ഈ സമയത്ത് തന്നെ അവൻ വന്നിട്ട് പറയും ചെയ്യും, ഗാർപ്പ്
ഒന്നടങ്ങ്. നിനക്കറിയാലോ അവൻ എന്തായാലും വേൾഡ് ഗവൺമെന്റ് കൂടെയാണല്ലോ, അവൻ പൈസ കൊടുക്കാൻ നടത്തുന്നത്, അവൻ എഴുതുന്നു, അത്ര മാത്രമേ ഉള്ളൂ. എടാ നിനക്കറിയാവുന്ന കാര്യമാണ്, ഈ വേൾഡ് ഗവൺമെന്റ് മറൈൻസ് എന്നൊക്കെ പറയുന്നത് മാസീവ് ഉള്ള ഓർഗനൈസേഷനാണ്. അവരെല്ലാം ഒന്ന് എണ്ണിക്കഴിഞ്ഞാൽ മെമ്പേഴ്സ്, നേഷൻസ്, ആർമീസ് എല്ലാം കൂടെ ഒരു 10 മില്യൺസ് ഓഫ് സോൾജേഴ്സ് കാണും. അവരെല്ലാവരും മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ പലതവർ ചെയ്യും. അത് നീ ഒന്ന് കണ്ണടച്ച് കളഞ്ഞാൽ മതി എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെ കാണിക്കാതെ. എടാ ഞാനെപ്പോഴും കണ്ണടച്ച് കളയത്തില്ലേ, അതുപോലെ തന്നെ എന്തെന്നും പറഞ്ഞുകൊണ്ട് അവന്മാരവിടെ കിടന്ന് ഇടിവെക്കുവാണ്. അല്ലെങ്കിൽ നീ എപ്പോഴും ഒരു പ്രമോഷൻ്റെ പുറകെയാണ് പോണത്, വേറൊന്നും നീ ആലോചിക്കുന്നില്ല. പിന്നെ ഈ താഴത്ത് കിടന്നിട്ട് എന്ത് കാണിക്കാനാ, മെയിലായിട്ട് കയറി പോകണ്ടേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാൻ സെങ്കോക്കു, നീ എപ്പോഴെങ്ങനെ കറപ്റ്റഡ് ആയാ ഞാൻ തന്നെയായിരിക്കും വന്ന് നിന്നെ കൊല്ലാൻ പോകുന്നത്. പിന്നെ അല്ലാതെ ഒരു ഫ്രണ്ട് പിന്നെ എന്തിനാണ്? ഗാർബ്, നീ എന്തായാലും ക്വിറ്റ് ചെയ്യാൻ പോകുന്നില്ലല്ലോ. നീ മണ്ടത്തരം പറയല്ലേ, താഴെത്തട്ടിലും ചെയ്തു തീർക്കേണ്ട കുറേയധികം പണിയുണ്ട്, അതെന്തായാലും ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഗാർബ് സെങ്കോക്കു 2 വഴിക്ക് നടക്കുവാണ്. പിന്നെ കാണിക്കുന്നത് എൽബഫാണ്, ന്യൂ വേൾഡ്. ഈ സമയത്ത് തന്നെ ലോക്കിയും അവിടെ ഉണ്ടായിരുന്നു. ഈ ടൈമിൽ ബാക്കിയുള്ളവർ പറയുന്നുണ്ട് നീ വീണ്ടും പോകുവാണോ? പിന്നെ കാണിക്കുന്നത് പെട്ടെന്ന് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. ഈ സമയത്ത് തന്നെ റോക്സ് പറയുന്നുണ്ട് നീ എന്തൊക്കെ കാണിച്ചാലും കൊച്ചു കുരിപ്പേ, ഞാൻ എന്തായാലും നിന്നെ എൻ്റെ ക്രൂ കയറ്റാൻ പോകുന്നില്ല. ഈ സമയത്ത് തന്നെ നമ്മുടെ ലോക്കി പൊട്ടിക്കരയുവാണ്. അല്ല നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് കരയുന്നത്? ആ സമയത്ത് അവൻ പറയുകയും ചെയ്യും, അല്ല റോക്സ് എനിക്ക് തോന്നുന്നു നീ നിക്കയാണെന്ന്. നിക്കയോ? അതെ, വാരിയർ ഓഫ് ലിബറേഷൻ, ഈ ലോകത്തിനെ അവസാനിപ്പിച്ചുകൊണ്ട് ചിരിക്കുന്നവൻ. അത് കൊള്ളാം, ചിരിക്കാനോ? ഞാൻ ഈ ലോകത്തിൻ്റെ രാജാവാകാനാണ് നോക്കുന്നത്. അല്ല നീ പറയുന്ന പോലെ എന്തെങ്കിലും പവർ ഉണ്ടെങ്കിൽ അത് നിൻ്റെ അച്ഛനായിരിക്കും. ലോക്കി, ഞാൻ പറയുന്നത് നീ ഒന്ന് കേട്ടോളൂ. ഈ ലോകത്തിന്റെ ഏതൊരു മൂലർ ഗാലറിയില എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരെല്ലാവരും പെട്ട് കിടക്കുവാണ്. ആ ഒരു റാവേജസിനെയൊക്കെ പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് നിന്റെ അച്ഛന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഞാൻ അതിനുവേണ്ടിയാണ് വീണ്ടും ഇവിടേക്ക് വരുന്നത്. നീ ഒന്ന് ആലോചിച്ചോക്കെ, ഞാനും നിന്റെ അച്ഛനും കൂടെ ഒന്ന് ടീമപ്പ് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും? അത് ശരിയാണല്ലോ. അല്ല പിന്നെന്താ അച്ഛൻ നിന്റെ കൂടെ കൂടാത്തത്? അതെന്തെങ്കിലും കുഴപ്പമുള്ള കാരണമാണോ? അതെന്ന് പറഞ്ഞൂടാ. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ വീണ്ടും വന്ന് അവനോട് ചോദിക്കുന്നതാണ്. അത് 100 200 എത്ര തവണയായാലും ഞാൻ വീണ്ടും വന്ന് ചോദിക്കും. ആ സമയത്താണ് ലോക്കി ആ ഒരു ന്യൂസ് കാണുന്നത്, റോക്സിന്റെ മരണത്തിനെ പറ്റി. പിന്നെ കാണിക്കുന്നത് ഒരു സെർട്ടനായുള്ള ഒരു ഐലൻഡാണ്. ഹലോ, കേൾക്കാവോ? കിങ് ഹാർലി ഇവിടെ ഒരു വലിയൊരു അസാൾട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിവിലിയൻസിന് എന്തെങ്കിലും പറ്റോ? കുഴപ്പമൊന്നുമില്ല. അവൻ മറ്റൊരു വലിയ ജൈൻറ്റിനാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ബ്രൂട്ടലായുള്ള ഒരു സീനാണ്. നിനക്കിതുവരെ മനസ്സിലായില്ലല്ലേ? എന്നോട് ക്ഷമിക്കൂ. ഞാൻ ഇനി ഒരിക്കലും ചെയ്തില്ല. ഞാൻ ഈ മനുഷ്യരുടെ ഭാഗത്ത് ഒരിക്കലും ഒന്ന് സ്റ്റീൽ ചെയ്യുന്നതല്ല. നിനക്കൊന്നും മനസ്സിലായിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഹാലാട്ടെ അവനെ വീണ്ടും ഉപദ്രവിക്കുന്നുണ്ട്. എന്നിട്ട് പറയും നിന്നെപ്പോലുള്ള നായകൾ കാരണമാണ് നമ്മുടെ റേസിനെ തന്നെ എല്ലാവരും പേടിക്കുന്നത്. നീയൊക്കെ ഉള്ളതുകൊണ്ടാണ് ബാക്കി ആരും നമ്മളെ ട്രസ്റ്റ് ചെയ്യാത്തത്. ഈ പീസിലോട്ടുള്ള ലോകത്തിലേക്ക് നമ്മളൊന്ന് കടക്കാൻ ശ്രമിക്കാൻ നേരത്ത് ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അവൻ ആ ജൈന്റിനെ ഇട്ടിച്ച് നശിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ അവൻ പറയുന്നുണ്ട്, യുവർ ഹൈനസ് ഒന്ന് നിർത്ത്, അവന്റെ ബോധം പോയിരിക്കുന്നു. നിനക്കറിയാവോ, നമ്മുടെ പാരഡൈസ് ആയുള്ള എൽബഫിനെ ഈ വേൾഡ് ഗവൺമെന്റ് കൂട്ടത്തിൽ കൂട്ടാൻ വേണ്ടിയുള്ള ഒറ്റ റീസൺ കൊണ്ടാണ് ഞാൻ അവനെ സഹായിക്കാഞ്ഞത്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഞാൻ സഹായിക്കാഞ്ഞത്. അവനെ ഞാൻ മരിക്കാൻ വിട്ടുകളഞ്ഞു. നിനക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹാലട്ടെ കരഞ്ഞുകൊണ്ടാണ് അതെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് ഒച്ചത്തി അലറുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഏതെങ്കിലും ഒരു ജയന്റ് ഈവിലായി മാറിക്കഴിഞ്ഞാൽ ഒരുത്തരം ഞാൻ വെറുതെ വിടത്തില്ലെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹാലട്ടെ അവിടെ കിടന്ന് അലറുവാണ്. ഈ ഒരു കാര്യം എല്ലാവരും ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം അത്രത്തോളം ഹാർലിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോയിരുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ നേവി ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ആ ഒരു അണ്ടർഗ്രൗണ്ട് ഡിറ്റൻഷൻ സെല്ലാണ്. അവിടെയായിട്ട് നമ്മുടെ ഡ്രാഗൻ കിടപ്പുണ്ടായിരുന്നു. ഗാർപ്പം പതുക്കെ നടന്ന് അവിടേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് ഡ്രാഗൻ പറയുകയും ചെയ്യും, അച്ഛാ ഒരു കാര്യം അറിയാവോ, ഞാൻ മറൈൻസ് ക്വിറ്റ് ചെയ്യാനായിട്ട് പോകുവാണ്. ആൻഡ് അത് മാത്രമല്ല, ഞാൻ താങ്കളെ വെറുക്കുന്നു. ഈ സമയത്ത് ഗാർപ്പ് ഒന്നും മിണ്ടാതെ ഒരു താക്കോൽ അങ്ങോട്ട് എടുത്ത് ഇട്ട് കൊടുക്കുകയും ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും എൽബഫിലേക്കാണ് നമ്മൾ തിരിച്ചു വന്നിട്ടുള്ളത്. ഹാറൽ, ഇടാ എന്നോട് ക്ഷമിക്ക്, ഞാൻ ഓൾറെഡി അത് മേഡപ്പ് ചെയ്ത് കഴിഞ്ഞു. എൽഡർ ജാൽ, എന്നാലും ഇനി ഈ അപ്പിയറൻസും പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. ഹജുറുദ്ദീൻ, ലോക്കി, നിങ്ങൾ രണ്ടുപേരും എൻ്റെ പ്രഷ്യസ് ആയുള്ള മക്കളാണ്. ഞാൻ ഇല്ലാത്ത സമയത്തും നിങ്ങൾ ഒരുമിച്ച് നിൽക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ആൻഡ് നിങ്ങൾ രണ്ടുപേരും കൂടെ ഈ എൽബഫിനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണം. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മറൈൻ ഫോൾഡ് നേവി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നമ്മുടെ എൽബഫിന്റെ ആ ഒരു വലിയ ഷിപ്പ് വരുന്നതാണ്. ഈ ഒരു കാഴ്ച കണ്ട എല്ലാവരും ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. ആ ടൈമിൽ തന്നെ അവൻ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കൂ കിങ് ഹാർൽ, എൻ്റെ സുപ്പീരിയേഴ്സ് പറഞ്ഞിട്ടുള്ളത് താങ്കൾ എവിടേക്ക് കയറാൻ പാടില്ലെന്നാണ്. പക്ഷേ ഹാറിൽ അതൊന്നും നോക്കത്തില്ല. അന്നേരെ നമ്മുടെ അവിടേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, ഹയർ റാങ്കിങ് മറൈൻസ് ആൻഡ് ഈ ലോകത്തിൻ്റെ ലീഡേഴ്സിനോട് എല്ലാവരോടും എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കുമെന്നും പറഞ്ഞിട്ട് ഹാറിൽ തൻ്റെ കൊമ്പ് പിടിച്ച് രണ്ടായിട്ട് ഒടിച്ച് കളയുന്നുണ്ട്. എന്നിട്ട് പറയുകയും ചെയ്യും, എൻ്റെ സിൻസ് കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ചെയ്യുന്ന എല്ലാത്തിനോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ജയൻ റേസ് എന്തായാലും എല്ലാത്തിനോടും ക്ഷമ ചോദിക്കുവാണ്. ഇപ്പോൾ എൽബഫിലെ കുട്ടികൾ മറ്റുള്ളവർക്ക് ഉപദ്രവം എങ്ങനെ ഉണ്ടാക്കണം എന്നല്ല പഠിക്കുന്നത്, അവർ
സമാധാനത്തിന്റെ പാതയിലാണ് പിന്തുടരുന്നത്. അത് മാത്രമല്ല, മനുഷ്യരുടെ കൂടെ ഒരു വേർതിരിവില്ലാതെ ഒരു ദിവസം ജയൻസിന് നടക്കാൻ സാധിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. എത്ര പാവം ചെയ്യാനും ഞാൻ തയ്യാറാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടിമയാകാനും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹാർലാട്ടെ ആ ചോര ഒലിപ്പിച്ചുകൊണ്ട് കിടന്ന് കാറുവാണ്. ഇത് കേൾക്കാൻ നേരത്ത് നമ്മുടെ ഇമോ ഹാർലിനെ ശ്രദ്ധിക്കുന്നുണ്ട്. ആൻഡ് അങ്ങനെയാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. പിന്നെ ഒരു കാര്യം, നെക്സ്റ്റ് വീക്ക് ബ്രേക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സെക്കൻഡറി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ചൊവ്വാഴ്ച രാത്രി അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെ തന്നെ അടുത്ത സ്പോയിലേഴ്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും.